അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 1-5-2026 ബുയൂത്തുന ഹയാ, നമ്മുടെ വീടുകൾ ജീവസുറ്റതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. നമ്മുടെ ഭവനങ്ങൾ നമുക്ക് ഏറെ സന്തോഷവും സമാധാനവും തരുന്നതാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സക്കന, അള്ളാഹു നിങ്ങളുടെ വീടുകളിൽ അവൻ സമാധാനത്തെ ആക്കിയിരിക്കുന്നു. നമ്മുടെ വീടുകളിലേക്ക് കയറുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ഒരു ആശ്വാസം ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് കിട്ടാത്ത ആ അനുഭൂതി സ്വന്തം ഗൃഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്നു. അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഭവനങ്ങൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ രാത്രിയിലും അതിന് അള്ളാഹുവിന് നന്ദി പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാഹില്ലദി അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വിയ. നബി തങ്ങളുടെ പ്രാർത്ഥനയാണ്, അള്ളാഹുവേ നിനക്ക് സ്തുതികൾ അർപ്പിക്കുന്നു, ഞങ്ങൾക്ക് നീ ഭക്ഷണം നൽകി, പാനീയം നൽകി, ആവശ്യമായതൊക്കെ നൽകി, കിടക്കാൻ കിടപ്പാടവും നൽകി. എത്രയെത്ര ആളുകൾ തലചായ്ക്കാൻ ഇടമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. നമ്മുടെ വീടുകളിൽ എപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്റുണ്ടാകണം. അപ്പോഴേ വീടുകൾ ജീവസുറ്റതാകുകയുള്ളൂ. ഹദീസിൽ കാണാം, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്തി. അള്ളാഹുവിൻ്റെ ദിക്റുള്ള ഭവനവും അള്ളാഹുവിൻ്റെ ദിക്റില്ലാത്ത ഭവനവും ജീവനുള്ളതുപോലെയും ജീവനില്ലാത്ത ജഡ സമാനവുമായതുപോലെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദാഹരണം എത്ര അർത്ഥവത്താണ്. നമ്മുടെ വീടുകളിൽ അള്ളാഹുവിൻ്റെ സ്മരണ ഉണ്ട് എങ്കിൽ ആ വീടിന് ജീവനുണ്ട്. അള്ളാഹുവിൻ്റെ സ്മരണ ഇല്ലാത്ത വീടുകൾ ജഡസമാനമാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ വീടുകൾ ജീവസുറ്റതാകാൻ ആ വീടുകളിൽ നമ്മൾ നിസ്കാരം നിർവഹിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ഖളാ അഹദുകുമുസ് സ്വലാത്ത ഫീ മസ്ജിദി ഫൽയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തി ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ബൈതിഹി മിൻ സ്വലാത്തിഹി ഖൈറ. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിർബന്ധ നിസ്കാരം നിർവഹിച്ചാൽ അതിൻ്റെ ഒരു ഭാഗം നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ നീക്കിവെക്കുക, അഥവാ സുന്നത്തുകൾ നിങ്ങൾ വീട്ടിൽ നിന്ന് നിർവഹിക്കുക. അള്ളാഹു നിസ്കാരം നിർവഹിക്കുന്ന വീടുകളിൽ അവൻ നന്മയെ ആക്കിയിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. വീടുകളിൽ നമസ്കാരം നടക്കുന്നില്ലെങ്കിൽ ആ വീടിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ നാം വീട്ടുകാർ പരസ്പരം സലാം കൈമാറണം. ഫൈദാ ദഖൽതും ബുയൂതൻ ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകത്തൻ ത്വയ്യിബ. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീട്ടുകാർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമീതമായ സലാം ചൊല്ലുക. ആ സലാം കൊണ്ട് നമ്മൾ തുടങ്ങുക. അതിൻ്റെ അർത്ഥം, അള്ളാഹുവേ നിൻ്റെ സമാധാനവും സന്തോഷവും എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകണമേ എന്ന് അള്ളാഹുവിനോട് തേടലാണ്. നാം നമ്മുടെ വീടുകളിലേക്ക് ചെന്നാൽ പിന്നെ നമ്മുടെ സമയം നാം ടെലിഫോണിലോ മറ്റ് ജോലികളിലോ മുഴുകരുത്. കുടുംബവുമായി സമയം ചെലവഴിക്കണം. നമ്മുടെ ഭാര്യമാരോട് സംസാരിക്കണം. നമ്മുടെ മക്കളോട് നാം മനസ്സ് തുറന്ന് സംസാരിക്കണം. നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഴ്ച വരുത്തിയാൽ പിന്നീട് നമ്മൾ ചിലപ്പോൾ ഖേദിക്കേണ്ടി വരും. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യ മൻ യഊൽ, തിരുനബിയുടെ വചനമാണ്. ഒരു മനുഷ്യൻ തെറ്റുകാരനാകാൻ മതിയായതാണ് അവൻ ശ്രദ്ധിക്കേണ്ടവരെ അവൻ പാഴാക്കിക്കളയുക എന്നത്. വീട്ടിലേക്ക് കയറി ചെന്നാൽ പിന്നെ നമ്മുടെ സംസാരവും നമ്മുടെ ഇടപഴകലുകളും അവരോടായിരിക്കണം.
മക്കളോട് സംസാരിക്കണം, ഭാര്യമാരോട് സംസാരിക്കണം. അപ്പോൾ വിഷമഘട്ടങ്ങളിലും സന്തോഷമുള്ളപ്പോഴും അവർ നമ്മളോട് ചേർന്ന് നിൽക്കും. നല്ല വർത്തമാനങ്ങളും സന്തോഷമുള്ള പെരുമാറ്റങ്ങളെ നമ്മുടെ വീട്ടിൽ പാടുള്ളൂ. വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പ് കൊടുക്കാനുമൊക്കെ പറ്റുന്ന മനസ്സിൻ്റെ ഉടമകളാകണം നമ്മൾ. കണ്ടതിനും പിടിച്ചതിനുമൊക്കെ ശകാരിക്കുകയും വഴക്കു പറയുകയും ചെയ്യുന്ന സമ്പ്രദായം നമുക്കൊരിക്കലും ഉണ്ടായിക്കൂടാ. നാം സഹന സ്വഭാവമുള്ളവരാകണം, വീട്ടിൽ കാരുണ്യമുള്ളവരാകണം, ഔദാര്യമുള്ളവരാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ അറാദല്ലാഹു ബി അഹ്ലി ബൈത്തിൻ ഖൈറൻ അദ്ഖല അലൈഹിം റിഫ്ഖ്. അല്ലാഹു ഒരു കുടുംബത്തിൽ നന്മ ഉദ്ദേശിച്ചാൽ അവർക്കിടയിൽ അവൻ സ്നേഹത്തെ, ഇഷ്ടത്തെ ഇട്ടുകൊടുക്കും. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാകും. ആ വീട്ടിൽ അള്ളാഹു നന്മയെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കുടുംബത്തിൻ്റെ ബാധ്യത പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വിവാഹങ്ങളും അനുബന്ധ കർമ്മങ്ങളും ഒക്കെ എപ്പോഴും ലളിതമാക്കണം. ഭാരിച്ച കടബാധ്യതകൾ ഏറ്റെടുത്തുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വധൂവരന്മാർക്ക് ഒരിക്കലും സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയില്ല. വിവാഹാനുബന്ധ ചെലവുകളും ധൂർത്തുകളുമൊക്കെ നിയന്ത്രിക്കണം. നമ്മുടെ കഴിവിനനുസരിച്ചേ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാകുകയുള്ളൂ. ലളിതമായ വിവാഹം, ലളിതമായ സൽക്കാരം, അതൊക്കെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. ഭർത്താവിനോട് കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തുന്ന രീതി ഒരിക്കലും ഭാര്യമാരിൽ നിന്നുണ്ടായിക്കൂടാ. തിരുനബി പറയുവാൻ, ഇന്ന മിൻ യുംനിൽ മർഅത്തി തൈസീറ ഖിത്ബത്തിഹ വ തൈസീറ സദാഖിഹ. ഒരു സ്ത്രീ നല്ല സ്ത്രീയാകുക എന്നതിൽപ്പെട്ടതാണ് അവളുടെ വിവാഹ ചെലവുകളൊക്കെ ലളിതമാക്കുക, അവളുടെ മഹർ അത് ലളിതമാക്കുക. നമ്മുടെ ഭരണകർത്താക്കൾക്ക് എല്ലാവിധ ഭാവുകളും ഈ സന്ദർഭത്തിൽ നേരുകയാണ്. വിവാഹങ്ങളൊക്കെ ലളിതമാക്കാനും അത് ചെലവ് ചുരുക്കാനുമൊക്കെയുള്ള നിർദ്ദേശങ്ങളും വേണ്ടുന്ന സൗകര്യങ്ങളുമൊക്കെ നമ്മുടെ ഭരണകർത്താക്കളിൽ നിന്നുണ്ടാകുമ്പോൾ നമുക്ക് ഈ സന്ദർഭത്തിൽ അവരെ എങ്ങനെ ഓർക്കാതിരിക്കാൻ കഴിയും? നമ്മുടെ അരുമ മക്കൾ നമ്മുടെ കണ്ണിന് കുളിർമയാണ്. വീടുകളിലെ പുഷ്പങ്ങളാണവർ. ജീവിതത്തിൻ്റെ സൗരഭ്യം. മക്കളും പേരമക്കളും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ആ കുടുംബം സമ്പൂർണ്ണ കുടുംബമാകുക. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചില്ലേ, ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബ. അല്ലാഹുവേ, എനിക്ക് നീ നല്ല മക്കളെ ഔദാര്യമായിക്കൊണ്ട്, ഓശാരമായിക്കൊണ്ട് നൽകണമേ എന്ന്. നമ്മൾ സന്താന ഉൽപാദനം, മക്കളുണ്ടാകുക എന്നതാണ് വൈവാഹിക ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു. ഭാര്യമാർ നമ്മുടെ ഇണകളാണ്, നമ്മുടെ കൃഷിഭൂമിയാണ് എന്ന് അവിടുന്ന് ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരാൾക്ക് നല്ല ഫലഭൂയിഷ്ഠമായ ഭൂമിയുണ്ടായി അയാൾ അത് തരിശാക്കി കളയുന്നത് ഒരിക്കലും ഉചിതമല്ലാത്തതുപോലെ ഭാര്യമാരിൽ നമുക്ക് സന്താനങ്ങൾ ഉണ്ടാകണം, ആ കുടുംബാംഗങ്ങൾ വർദ്ധിപ്പിക്കണം. കുടുംബജീവിതത്തിൽ ചിലപ്പോൾ സന്താനലബ്ധിക്കൊക്കെ പ്രയാസപ്പെടുത്തുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കാണാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ അത്തരം അസുഖങ്ങൾക്കൊക്കെ പ്രാപ്തമായ ചികിത്സ ലഭ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഇണകൾ, മക്കൾ, പേരമക്കളിൽ നിന്നൊക്കെ നമുക്ക് കണ്ണിന് കുളിർമ നൽകട്ടെ. വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന വഹഫദത്തൻ വറസഖക്കും മിനത് ത്വയ്യിബാത്ത്. അള്ളാഹുവാണ് നമുക്ക് ഇണകളെ തരുന്നത്, മക്കളെയും പേരമക്കളെയും ഒക്കെ തരുന്നത്. അതുകൊണ്ട് നമ്മൾ സന്താനോൽപാദനം നടത്തണം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ അത്തസവ്വജു ഇല്ലാ ലി അജലിൽ വലദ്. എനിക്ക് സന്താനങ്ങൾ ഉണ്ടാകണം,
അതാണ് വൈവാഹിക ജീവിതം കൊണ്ട് ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സമുദായത്തിൻ്റെ എണ്ണം വർദ്ധിക്കണം. അത് രാജ്യത്തിന് കരുത്താണ്. നമ്മുടെ ആ ജീവിതത്തിൽ നമുക്ക് തണലും താങ്ങുമാണ്. പറ്റുമെങ്കിൽ ആരോഗ്യപരമായി സാമ്പത്തികമായി സൗകര്യമുള്ള ആളുകൾ ഒന്നിലധികം വിവാഹം കഴിക്കണം. ഫങ്കിഹു മാ ത്വാബലക്കും മിനൻ നിസാഇ മസ്നാ വസുലാസ വറുബാ. 2ഉം 3ഉം 4ഉം ഒക്കെ ഇസ്ലാം അനുവദിച്ചതാണ്. ആ കുടുംബങ്ങളുടെ എണ്ണം വർദ്ധിക്കൽ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതുമാണ്. അള്ളാഹു നമുക്ക് സന്തോഷമുള്ള സമാധാനമുള്ള കുടുംബജീവിതം നൽകട്ടെ. നമ്മുടെ വീടുകളിൽ അള്ളാഹുവിൻ്റെ സ്മരണകൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വീടുകളാക്കട്ടെ. ഭരണകർത്താക്കൾക്ക് എല്ലാവിധ നന്മയും അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.